ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ കേരള ബ്രദേഴ്സിലേക്ക് സ്വാഗതം. അമ്മേ, എനിക്ക് കണ്ണുറക്കാൻ വയ്യ. പോയി ക്യാമറക്കകത്ത് പെട്ടെന്നോട് നോക്കാൻ പറ്റാത്ത അവസ്ഥയിരിക്കുക. അവിടുന്ന് ഇങ്ങോട്ട് വെയിലടിക്കുകയാണേ, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല, കണ്ണുറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലായിരുന്നു, തിരക്കായിപ്പോയി. അപ്പോൾ നോയമ്പ് കഴിഞ്ഞപ്പോൾ ഇവന് 2-3 പണി വന്നായിരുന്നു കൂടിന്റെ ഒക്കെ. അന്നേരം അതെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതാ നമ്മൾ ലോങ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലോങ് വീഡിയോ മാത്രമല്ല, ഷോർട്സ് ഇടാൻ പറ്റുന്നില്ലായിരുന്നു. എഴച്ചിലായിട്ട് നിൽക്കുകയാണ് ആപ്പാട്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. സ്റ്റക്കായി പോയി. കാരണം പറഞ്ഞല്ലോ നമ്മള് ഇപ്പൊ വെൽഡിംഗ് പണി കൂടിയപ്പോ രാത്രിയിലും കൂടെ നൈറ്റും കൂടെ നിന്ന് പണിഞ്ഞപ്പോഴത്തേ കണ്ണിലോട്ട് വെട്ടം അടിച്ച് ആപ്പാട് പീസായിരിക്കും. വെട്ടത്തിന് മാത്രല്ല, പുക ഭയങ്കര സീനാണ്. പ്രശ്നം. ആ പുക ഇച്ചിരി അടിച്ചപ്പോൾ തന്നെ എൻ്റെ കണ്ണ് ഭയങ്കരമായിട്ട് നീറി വെള്ളം ഇറങ്ങാൻ തുടങ്ങി. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ പെരുന്നാളും പിന്നാണെങ്കിൽ അതിനു മുമ്പ് കുറേ തിരക്കും കാര്യങ്ങളായിരുന്നു. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടല്ലേ, നമ്മൾ ഫാമിൻ്റെ കാര്യങ്ങൾക്ക് എല്ലാം വേണ്ടി ഓടി നടക്കുമായിരുന്നു. നമുക്ക് എവിടെ നിന്നാണോ റേറ്റ് കുറച്ച് കിട്ടുന്നത്, എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലെല്ലാം നമ്മൾ നോക്കി നടക്കുമായിരുന്നു. കാരണം വെച്ചാൽ പണി വരുമ്പോൾ ഒഴിയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ യൂട്യൂബിൽ നിന്ന് തുച്ഛമായിട്ടുള്ള അങ്ങനെ വരുമാനം വലുതായിട്ടില്ല. വീഡിയോസ് നമ്മൾ ചെയ്തെങ്കിലും വലുതായിട്ടുള്ള ഇല്ല നമുക്ക്. പിന്നെ അത് മാത്രമല്ല ഈ ജോലിക്ക് പോവാതെ ആയിരിക്കുന്ന എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നവർക്ക് നമുക്ക് ഒരു മറുപടിയും കൊടുക്കണ്ടേ. ജോലി ഉണ്ട്, എല്ലാവർക്കും ജോലി തന്നെയായിട്ടുള്ള ജോലി ഉണ്ട്. ഇപ്പൊ ഇവന്റെ കാര്യം വെച്ചിട്ട് പറയുകയാണെങ്കിൽ അവൻ വീട്ടിൽ ഇരിക്കുന്നെങ്കിലും അതിനും വേണം ഒരു എന്തോന്ന് ഭാഗ്യം. വീട്ടിൽ ജോലിക്ക് പോവാതിരുന്ന് ഭാര്യയും നോക്കി വീട്ടിലെ കാര്യങ്ങളും നോക്കി ചെലവ് ഓടിച്ചോണ്ട് പോകണമെങ്കിൽ തന്നെ എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്നറിയാം. അത് പണിക്ക് പോകുന്നവർക്കറിയാം. പണി ഇല്ലാതെ ഒരു 10 ദിവസം വീട്ടിൽ ഇരിക്കുമ്പോൾ അറിയാം എൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മുടെ ഫാമിൻ്റെ കാര്യങ്ങളും പിന്നെ പറഞ്ഞ പെരുന്നാൾ, ഇപ്പം പിന്നെ ഈ വർക്കും കാര്യങ്ങളും വെൽഡിങ് വർക്കൊക്കെ ഇപ്പം അല്ലാതെ നമുക്ക് പുറത്തുനിന്നും വർക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ കാരണം ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. ചെറിയ കൂടിൻ്റെ വർക്കുകളാണ് വരുന്നത് മൊത്തം. അന്നേരം പിന്നെ അവന് ചെയ്യുന്നുള്ളൂ, ഞാനില്ല വരാൻ തോന്നുന്നു. അന്നേരം പിന്നെ ഇന്നലെയും വന്നൊരു ഫ്ലെക്സ് ബോർഡ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള വെൽഡിങ്ങിൻ്റെത്, പിന്നെ ഒരു ലോട്ടറിയുടെ ഇത് വന്ന്. അപ്പം നമുക്ക് ഇതുപോലെ മിക്കപ്പോഴും ഇപ്പം വർക്കും കാര്യങ്ങളും വരുന്ന കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് വീഡിയോസ്. നമ്മുടെ ഫാമിന്റെ കൂടിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ അങ്ങോട്ട് ചെല്ലാറുള്ളൂ അതിന്റെ പണി വരുമ്പോൾ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ 2 ബാച്ചായിട്ട് അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളത് എങ്ങനെയൊന്ന് വർക്ക് നമ്മുടെ അതിന്റെ എന്തോന്നല്ലേ അത് സംഭവം എങ്ങനെ വർക്ക് ആവുമെന്ന് നമുക്ക് നോക്കണം. അതിന്റെ പരീക്ഷണത്തിലേക്ക് അതാക്കിയാലേ നമുക്ക് കുറച്ച് വലുതായിട്ട് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യം അത് വലുതായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ തന്നെ. നമുക്ക് മുട്ടയുടെ മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു വരുമാനത്തിൽ നിൽക്കുന്നത്. കോഴി നമ്മൾ ഇറച്ചിക്കോഴി എടുത്തതിൻ്റെത് ഇതുവരെയും ഒരു വരുമാനത്തിലോട്ട് നമുക്ക് എത്തിയിട്ടില്ല. അതിനൊരു വരുമാനമാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു 2-3 ബാച്ച് കയ്യിൽ നിന്ന് മാറി എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. പക്ഷെ ഞങ്ങളുടെ പ്ലാൻ ഇങ്ങനെ അല്ല സത്യത്തിൽ. ഞങ്ങളുടെ പ്ലാൻ വേറെയാണ്. അത് ഇതിന്റെ എന്തോന്ന് നോക്കിയിട്ട് വേണം ഞങ്ങൾക്ക് അത് ചെയ്യാൻ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ പാട്ടത്തിന് വസ്തു എടുത്തിട്ട് കാര്യം. അപ്പൊ അങ്ങനെ അതിനകത്ത് നമുക്ക് വലിയൊരു ഷെഡൊക്കെ അടിച്ചിട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ അത് ഇതിന്റെ റിസൾട്ട് അറിഞ്ഞാലേ നമുക്കത് ചെയ്യാനായിട്ടുള്ളൊരു എന്തോ. നമുക്ക് ഇതൊരു 2-3 വട്ടം ഇപ്പൊ എടുത്തിട്ടേക്കുന്ന കോഴികളെ നമുക്ക് കൊടുത്തു 2-3 വട്ടമൊക്കെ ആയാലും നമുക്കതൊരു കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. ലാഭവും നഷ്ടവും മുതൽ തീറ്റ എല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം ഇതിന്റെ എങ്ങനെയാന്ന്. അപ്പം നമ്മളെ കൊണ്ട് ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട്, നമ്മളെ കൊണ്ട് ഓടിച്ചു പോകാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ ലോസും കാര്യങ്ങളും എല്ലാം അറിയണ്ടേ കറക്റ്റായിട്ട്. പിന്നെ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. കാരണം കുറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ കൂടുതൽ കോഴീനെയാണ് ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. സെറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ നിങ്ങൾ നമ്മുടെ കൂടെ കണ്ടല്ലോ, ഇന്നലെയും കണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ഡബിളാണ് ഇന്നലെ ചെയ്തേക്കുന്ന കൂട് കിടക്കുന്നത്. മറ്റേ കൂടിനെക്കാട്ടി വലുതാണ്. മറ്റേ അതായത് 200 മേളിൽ കിടപ്പുണ്ട്. ഇനി ഇതിനകത്ത് അതിൽ കൂടുതൽ കിടക്കും. അപ്പം നമ്മൾ അതനുസരിച്ച്, അതായത് കുറച്ച് സ്ഥലമുള്ളിടത്തും നമുക്ക് ഇതുപോലുള്ളത് വളർത്താൻ പറ്റുമെന്ന് തെളിയിച്ചു തരികയാണ്. കുറച്ചൊക്കെ ഉള്ളവർ ഇങ്ങനെ ലെയർ തട്ടായിട്ട് കൂടടിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരുപാട് ഇതേപോലെ കോഴികളെ തോരെ നിർത്താൻ പറ്റും കേട്ടോ. പിന്നെ ഇതല്ല മുട്ടക്കോഴിയോ വീടുകളിലേക്ക് മുട്ടക്കോഴി നിർത്തുന്നവർക്ക് പറ്റിയൊരു സംഭവം ഐഡിയ കേട്ടോ. കൂടി ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കോഴിയെ നിർത്താം. കുറച്ച് സ്ഥലം, നമുക്ക് 6 സെൻറ്റ് സ്ഥലമില്ലേ ഉള്ളൂ. അതിനകത്താണെങ്കിൽ ഇപ്പം അപ്പുറത്തും ഇപ്പുറത്തും ഷെഡും ഒരു വീടും വന്നപ്പോഴത്തേക്ക് നമുക്ക് സ്ഥലം പോയി. അപ്പം കുറച്ച് സ്ഥലത്താണ് ഞങ്ങൾ ഇത് ചെയ്തേക്കുന്നത്. പക്ഷെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഇന്നലെ പണിഞ്ഞേക്കുന്ന കൂടിൻ്റെ വർക്കും കൂടെ കഴിഞ്ഞ് നമ്മൾ കയറ്റുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതും കൂടെ വെക്കാൻ പറ്റും. ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്. അപ്പോൾ ഇത് പക്ഷെ ലാഭമുള്ള കേട്ടോ. നമ്മൾ ഒരു വട്ടം തുടങ്ങിയിട്ട് നല്ല ലാഭമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് ഫാമൊക്കെ ഉണ്ടായിരുന്നു. നമുക്കെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ. അതാണ് ഇപ്പം നമ്മളാണെങ്കിൽ ഡോറേനെ ഇടുക്കിയിലോട്ട് വിളിക്കുന്നുണ്ട്. അമ്മയും അച്ഛനും കൂടെ വിളിച്ചുകൊണ്ടിരിക്കുക, കുറച്ച് ദിവസം വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ഇതിനൊക്കെ നോക്കാൻ ഏൽപ്പിക്കേണ്ട ഒരാൾ. ഇടുക്കിയിലോട്ടല്ല എങ്ങോട്ടും ഒരു ദിവസം മാറിയിരിക്കുന്നത്. നമ്മുടെ ജീവനെ പോലെ 10-200 ജീവനാണ് അതിനകത്ത് കിടക്കുന്നത്. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റാതായി ഇവനെ ഏൽപ്പിച്ചിട്ട് പോകാന്ന് വിചാരിച്ചാൽ ഇവനാണെങ്കിൽ ഡെയിലി 10-30 കിലോമീറ്റർ ഓടി വരണം നമ്മുടെ വീട്ടിലോട്ട്. നല്ല ദൂരമുണ്ട്. 22-44 കിലോമീറ്റർ ഓട്ടമുണ്ട് ഒരു നേരം തന്നെ.
അപ്പോൾ പിന്നെ അത് ശരിയാവത്തില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ എല്ലാം ഒന്ന് റെഡി ആയതിന് ശേഷം നമ്മൾ എല്ലാത്തിനും ഒന്ന് കൊടുത്ത് തീർത്തിട്ട് അങ്ങോട്ടെങ്ങാനും പോയി നിൽക്കുക എന്ന് വിചാരിക്കുക. പിന്നെ ഞങ്ങളാണെങ്കിൽ എല്ലാവരും കൂടെ ഒരു ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോകാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിരിപ്പുണ്ട്. അതൊക്കെ ഇങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കയറി വന്നുകൊണ്ട് ഇതിങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും അതൊക്കെ ഒരു സ്വപ്നം പോലെ ഇങ്ങനെ ഏതെങ്കിലും ദിവസങ്ങളിൽ നടക്കുമെന്നുള്ള ഞാൻ എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾ കണ്ടെത്തും. ഞങ്ങൾ സത്യം പറഞ്ഞാൽ പോകാനായിട്ടിരുന്ന കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലി ട്രിപ്പായിട്ട് എവിടെയെങ്കിലും പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. ഞങ്ങൾ പോയി ഒന്ന് 2 ദിവസമൊക്കെ സ്റ്റേ ചെയ്തിട്ട് വരണമെന്നും പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇതെല്ലാം ഒന്ന് മാറ്റി. ശരിയാവും അല്ല പോകും അതുവരെ കാര്യം. പക്ഷെ നമ്മൾ ഇതിനകത്തോട്ടൊന്ന് ഇറങ്ങി, കാരണം വെച്ചാൽ നമുക്ക് ഒരു വരുമാന മാർഗ്ഗം ഇത് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മളിതൊന്ന് വർക്കൗട്ട് ചെയ്ത് പക്ഷെ വർക്കായി കിട്ടണം ഇത് സംഭവം. അതാണ് നമ്മൾ നോക്കുന്നത്. നമുക്കിത് സക്സസ് ആക്കി എടുക്കണം. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ കിട്ടിയാലേ നമുക്ക് അടുത്ത ഘട്ടം ഇതിന്റെ ഒന്ന് അറിഞ്ഞാലേ നമുക്ക് അടുത്ത ഘട്ടം ഇതിന്റെ സ്റ്റെപ്പായിട്ട് തുടങ്ങാൻ പറ്റത്തുള്ളൂ. കാരണം വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ എടുത്തതിനെക്കാട്ട് കൂടുതൽ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാരണം ഒരു സ്റ്റാർട്ടപ്പ് പോലെ നമ്മൾ ചെയ്ത് വെച്ചേക്കാണ്. ഇതിൻ്റെ ഇരട്ടി ഇനി നമുക്കെടുത്ത് ചെയ്യണം. ഇതിന് ലാഭം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇരട്ടി നമുക്കിനി ചെയ്യാൻ പറ്റണം. കാരണം നമ്മുടെ ഒരു മെയിൻ ഇപ്പം നമ്മുടെ മെയിൻ വരുമാന മാർഗ്ഗം ഞങ്ങളുടേത് യൂട്യൂബും നാസിയുടേത് കച്ചവടമാണ്. മീൻ കച്ചവടം ഉണ്ടല്ലോ, അതുമാണ് നമ്മുടെ മെയിൻ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത്. പക്ഷെ അതല്ലാതെ വരുമാനം പലരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലക്ഷങ്ങളാണെന്നാ അടിക്ക് ഇങ്ങനെ മരത്തിൽ നിന്ന് കുലുക്കിയിട്ട് വെച്ചേക്കുന്ന രീതിയിലാണ് പറച്ചില്. അത് ഞങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ പകുതി മുക്കാലും ഞങ്ങൾക്ക് പോകുന്നത് ഹോസ്പിറ്റലിൽ തന്നെയാണ്. അത് കിട്ടുന്നതിൻ്റെ പകുതി നാസിക്ക് അറിയാവുന്ന കാര്യമാണ്. അതിനെക്കുറിച്ചുള്ള നമ്മള് കേരള വണ്ടി എടുത്ത പോലെ CC ഇട്ട് കേരള പ്രദേശം എന്നുള്ള വരുമാനം വണ്ടിയുടെ CC ആണ് അടവ് പോകുന്നത്. വണ്ടിയുടെ CC മാത്രമല്ല, ഞാൻ എടുത്തേക്കുന്ന ഫോണിന്റെ അടവും പോകുന്നത് കേരള ബ്രദേഴ്സിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കാര്യങ്ങളുണ്ട്. അല്ലാതെ നമുക്ക് ആയിട്ടില്ല. വലുതായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കച്ചവടമൊക്കെ ജോലിയൊക്കെ നിർത്തിയിട്ട് ഞങ്ങൾ യൂട്യൂബിൽ നിന്ന് പറഞ്ഞാൽ തിരിഞ്ഞാണ്. പക്ഷേ യൂട്യൂബിൽ നിന്ന് പറഞ്ഞ് തിരിഞ്ഞാൽ ഞാനത് സക്സസ് ആയിരുന്നു. പക്ഷേ ആ ഒരു 1-2 മാസം പോലും ഞങ്ങൾക്ക് തള്ളി നീക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാനിപ്പോൾ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലും 2 സെൻറ്റ് വസ്തു വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു നെട്ടോട്ടത്തിലാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും എടുത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വർക്ക് വന്നാൽ പോലും അത് വിടാതെ നമ്മളെടുത്ത് ചെയ്യുന്നതിൻ്റെ റീസണും അതൊക്കെ തന്നെയാണ്. മാക്സിമം കിട്ടുന്ന എല്ലാ വർക്കും ഞാനിപ്പോൾ എടുത്ത് ചെയ്യാറുണ്ട്. മേക്കപ്പ് ആണെങ്കിലും വെൽഡിങ് ആണെങ്കിലും എല്ലാം തന്നെ ഞാനിപ്പോൾ എടുത്ത് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എവിടെയെങ്കിലും 2 സെൻറ്റ് വസ്തു വാങ്ങിക്കണം. ആ സമയത്ത് എന്തെങ്കിലും എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിനെ ഒക്കെ കയറി കിടക്കണ്ടേ. ഇപ്പോഴത്തെ വസ്തു നമ്മുടെ വസ്തു തന്നെ ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ അതെൻ്റെ പേരിലോട്ട് കിട്ടിയിട്ടില്ല. അപ്പം അതുമല്ല, വഴിയില്ല. അപ്പം വഴിയുള്ളൊരു വസ്തു ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങി പോകാനും എന്തെങ്കിലും വേറെ എവിടെ വഴിയുള്ളത് ബിനോയ്ക്ക് 2 സെന്റ് വസ്തു മേടിക്കാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷെ പെയ്യെ നടക്കത്തുള്ളൂ. എന്നുവെച്ചാല് നമ്മളാണെങ്കിൽ ഇത്തിരി സേവ് ചെയ്ത് പിടിക്കാമെന്ന് വിചാരിച്ചു നിൽക്കുന്നെങ്കിലും നമ്മൾ വളഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ. അത് നിവർന്ന് പറയണം. അല്ല, സേവ് ചെയ്യാന്ന് വിചാരിച്ച് ഞങ്ങൾ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് അതിന്റെ നമ്മൾ എന്തായാലും സേവ് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെ പറയാം. നമ്മുടെ 10 കാശ് കഴിയുമ്പോൾ അതിന്റെ 2 ഇരട്ടി ചെലവാണ് വരുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ അത് എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവരും കാണുന്നവർക്ക് എല്ലാവർക്കും അനുഭവസ്ഥരായിട്ടുള്ളവരാ. ഞങ്ങൾ മാക്സിമം ചിലവ് ചുരുക്കിയാണ് ജീവിക്കാൻ നോക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനേ പറ്റുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ സാധാരണ ആളുകളുടെ കൂട്ട് ഞങ്ങൾക്കും ആഗ്രഹം, ഞങ്ങൾ പുറത്തോട്ട് പോകും, ഒന്ന് ബീച്ച് പോലെ കറങ്ങും, പടത്തിന് പോകും. പടത്തിന് പോയിട്ട് ഇപ്പൊ എത്ര നാളായി? ഒരുപാട് ആളായി. 2 മാസത്തോളായി. ഒരുപാട് അടുത്തിറങ്ങിയ പടങ്ങളൊന്നും പോയില്ല. 2 മാസത്തോളം ഫാമിലി ആയിട്ട് പോകുമ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കും. ഇതൊക്കെ എല്ലാ കുടുംബങ്ങളിലും നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞങ്ങൾ കഴിക്കുന്നത് മാത്രം പ്രശ്നമാണ്. ഇതിന് മാത്രം പ്രശ്നമാണ്. ആരാ കഴിക്കാത്ത ഇന്നത്തെ കാലത്ത് മിക്കാറുള്ള വീടുകളിൽ വൈകുന്നേരത്തെ ഫുഡും കാര്യങ്ങളും എല്ലാം പുറത്തുനിന്ന്, പിള്ളേരായാലും അങ്ങനെ വീട്ടിൽ നിന്ന് കഴിക്കുന്നവരില്ല. ഇത് നമ്മളെന്ന് പറഞ്ഞാൽ പുറത്തോട്ട് പോകും, ഫാമിലി ആയിട്ട് പോകുമ്പോഴെങ്കിലും കഴിക്കണ്ടേ, പിന്നെ കഴിക്കാതെ അങ്ങനെ. അപ്പൊ ഇതൊക്കെയാണ് പലരും കാണിക്കുന്നില്ല. നമ്മൾ കാണിക്കുന്നത് നമ്മൾ പോകുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടാത്തത്. വീഡിയോസ് വരും കേട്ടോ, വീഡിയോസ് വരും. ഒരു ഒരാഴ്ചക്കുള്ളിൽ പിന്നെ നമ്മുടെ വർക്കും കാര്യങ്ങളും ഓൾറെഡി കിടപ്പുണ്ട്. വേറെ വർക്ക് വന്നത് ബിനോയ്ക്ക് ഇനിയും കിടപ്പുവാ. വെൽഡിംഗ് വർക്ക് വന്നത് കിടപ്പുണ്ട് ഇനിയും. അപ്പോൾ ഒരേ സൈറ്റിലോട്ട് ബിനോയ് പോയി ചെയ്യണം. വീട്ടിലിട്ട് ചെറിയ സ്റ്റാൻഡ് ഫ്ലെക്സ് ബോർഡും ഒക്കെ ഉള്ളു ചെയ്യുന്നത്. അപ്പോൾ വീടുകളിൽ പോയി ചെയ്യേണ്ട വർക്കുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇത്രയും നമുക്കൊരു ഇഴച്ചില്ല, അതായത് വീഡിയോ വരാനുള്ളത്. പിന്നെന്ന് വെച്ചാൽ ഷോർട്ട് ഫിലിം എടുക്കാനായിട്ട് നമുക്കിപ്പോൾ പറ്റുന്ന ഒരു സാഹചര്യം അല്ലാത്തതുകൊണ്ട് ഷോർട്ട് ഫിലിം എടുക്കാറുണ്ട്. ഫിലിം എടുക്കുന്നത് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും വേണം. സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാവരും വേണം. അതിനായിട്ടുള്ള സമയവും കാര്യങ്ങളും കിട്ടണം. അത് ഇച്ചിരി സമയം എടുത്തുള്ള പരിപാടിയല്ലേ. നമ്മൾ സാധാരണ ഇപ്പം ഇങ്ങനെ വന്നിരുന്നൊന്ന് വീഡിയോ എടുക്കുന്നവർക്കല്ല. വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ, നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറയുന്നതേ ഉള്ളൂ. പക്ഷെ മറ്റേന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള കാര്യം കിട്ടണമെങ്കിൽ സമയം. അപ്പോൾ കൂട്ടുകാരെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹം നമുക്കിപ്പോൾ ഉണ്ടാവണം. അപ്പോൾ എല്ലാവരുടെയും സ്നേഹം കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഓക്കെ, ബൈ.